കാലവർഷം ശക്തമായാൽ കണ്ണമാലി ജനതയ്ക്ക് കണ്ണീർ കാലമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കണ്ണമാലിലെ ജനത വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. കടലാക്രമണം അതിശക്തമായി കയറുന്നു. ഞാൻ ഈ നിൽക്കുന്നത് കണ്ണമാലിലെ ഒരു വീട്ടിലാണ്. ഇന്നലെ രാത്രിയിലും ഇത്തരത്തിൽ കടലാക്രമണം കടൽ കയറിയെ തുടർന്ന് വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. വർഷങ്ങളായി ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. മുൻപൊക്കെ ജിയോ ബാഗുകൾ നിരത്തി കടലാക്രമണത്തിന് മുൻപ് തന്നെ ആ ഒരു ശാശ്വതമല്ല, ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും അവർ നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായില്ല. അങ്ങനെ വീടുകളിലടക്കം വെള്ളം കയറുന്നു. രാവിലെ ആയാൽ ഇത്തരത്തിൽ ഈ വീട്ടിൽ കയറിയ വെള്ളം ഇവർക്ക് അത് ക്ലീൻ ചെയ്യാനാണ് രാവിലത്തെ എപ്പോഴും ഇവരുടെ സ്ഥിരം ജോലി. അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് വീണ്ടും കടൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറ്. ചേച്ചി, ഇത് സ്ഥിരം ഇത് തന്നെയാണ്? സ്ഥിരം ഇത് തന്നെയാണ്, എല്ലാ വർഷവും ഇത് തന്നെ. ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ പിള്ളേരും അമ്മച്ചിയുള്ള കുടുംബമാണ്. ഞങ്ങൾ 6 പേര് താമസിക്കുന്ന കുടുംബമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ കടൽ കയറുന്ന അവസ്ഥ മുതൽ ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറെ വീടുകൾ ആശ്രയിച്ച് ചന്ദ്രൂർ, എരമല്ലൂർ അവിടെയുള്ള സ്ഥലങ്ങളിലുള്ള ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും. ഇന്നലെ ഞങ്ങളുടെ അമ്മച്ചിനെ കട്ടിലിനെ കിടത്തിയിട്ട് വരാൻ ഇങ്ങനെ പറ്റിയില്ല. വെള്ളം കുറയും എന്ന് പറഞ്ഞ് നിന്ന്, പക്ഷെ വെള്ളം കൂടി വന്നു. കസേരക്കെടുത്ത് 6 പേര് ചേർന്നാണ് അപ്പുറത്തെ വീട്ടിലേക്ക് ആക്കിയത്. ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. രാത്രി കടലിങ്ങനെ ഇറങ്ങുമെങ്കിലും രാവിലെ വീണ്ടും ഇങ്ങനെ കടൽ കയറും. അങ്ങനെ ഉച്ചയോടുകൂടി തന്നെ വെള്ളം വീണ്ടും ഏതാണ്ട് ഈ സ്ഥിതിയിലേക്ക് ഇത്രത്തോളം വെള്ളം കയറാറുണ്ടെന്നാണ് ഇവിടുത്തെ വീട്ടുകാരടക്കം വലിയ പരാതി പറയുന്നത്. കേവലം ഇത് ഒരു വീട്ടിലെ സാഹചര്യമല്ല, കണ്ണമാലിയിലെ മിക്കവാറും വീട്ടുകളിൽ ഇതാണ് അവസ്ഥ. വർഷങ്ങളായി ഇവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എങ്ങനെയാണ് ചേട്ടാ രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ? വളരെ കഷ്ടമാണ് സാറേ. കാരണം വെച്ചാൽ ഇതൊരു 3-4 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ബഹുമാനപ്പെട്ട കളക്ടറും മന്ത്രിയും എല്ലാവരും വന്ന് പറയും, ഈ വർഷം കല്ലിടും, ഈ വർഷം ഇവിടെ ടെട്രോപാഡ് വരും, ഈ വർഷം നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം മുതൽ ഒരു കുഴപ്പം ഉണ്ടായാലെന്ന് വളരെ വാഗ്ദാനങ്ങൾ തന്നിട്ട് പോവുകയും. ഇപ്പോൾ നമ്മൾ ചെല്ലാനം മുതൽ ഏതാണ്ട് പുത്തൻതോട് വരെ ടെട്രോപാഡിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് കണ്ണമാലി ഇനി മുതൽ കണ്ണമാലിയിൽ നിന്ന് ബീച്ച് റോഡ് വരെ കുറച്ച് നിസ്സാരം കിലോമീറ്റർ കൂടിയേ ഇനി ചെയ്യാനുള്ളൂ. അതുകൂടി അങ്ങോട്ട് ചെയ്ത് തീർത്ത് നിസ്സാരമായ പൈസ മതി. അത് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഉത്തരവാദിത്തരഹിതമായിട്ടാണ് ഇവിടുത്തെ സർക്കാരുകളും ഇവിടുത്തെ ഭരണാധികാരികളും പഞ്ചായത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ മാത്രമല്ല, എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ 85 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, ചെറുത്, ഭാര്യ, എൻ്റെ കുടുംബവും 6 പേര് ഞങ്ങളിവിടെ വസിക്കണേ. ഈ വീട്ടിലേക്ക് അമ്മച്ചിനെ എങ്ങനെ കൊണ്ടുവന്ന് കിടത്തുമെന്നറിയാം. ഇന്നലെ അവസാനം കട്ടിലിൽ പൊക്കിക്കൊണ്ടാണ് വേറൊരു 2 നിലയുള്ള വീട്ടിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നത്. അതുപോലെ എല്ലാ ഭവനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾ ഒരുപാട് എല്ലാ ആളുകളുടെയും പഞ്ചായത്തിലാണെങ്കിലും കളക്ടറിൻ്റെ അടുത്താണെങ്കിലും ഈ പറഞ്ഞ മന്ത്രി, ഇവിടെ റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ മന്ത്രി, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹവും പറഞ്ഞു അടുത്ത വർഷം ഇവിടെ വാൾ പോസ്റ്റർ വരെ ഒട്ടിച്ചു വെച്ചതാണ്. പക്ഷെ ഒരു പരിപാടി ഇവിടെ നടക്കണില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ വലിയ ദുരിതത്തിൽ പോകുന്ന ഒരു ജനതയുടെ വികാരം തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇങ്ങനെ കടൽ കയറിയാൽ ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ തന്നെ മുകളിലേക്ക് കയറ്റി ക്ലീൻ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഉച്ചയോടുകൂടി തന്നെ ഇങ്ങനെ കടൽ വീണ്ടും കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. പ്രായമായവരും കുട്ടികളടക്കം നിരവധി പേരാണ് ഈ പ്രദേശത്ത് കഴിയുന്നത്. എന്തായാലും ഈ അടുക്കളയിലടക്കം ഇത് തന്നെയാണ് അവസ്ഥ. സാധനങ്ങളൊക്കെ തന്നെ ഉള്ളിലേക്ക് കയറ്റി പോകേണ്ട ഒരു സ്ഥിതിയാണ്. അങ്ങനെ ഈ ഓരോ തവണ ക്ലീൻ ചെയ്ത് പിന്നീട് വീണ്ടും കടൽ കയറി വലിയ ദുരിതത്തിലൂടെ പോകുന്നൊരു ജനതയാണ്. വർഷങ്ങളായി ഇവർ ഈ ഒരു ദുരനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ഒരു രാത്രി പോലും അവർക്ക് ഒരു മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കാലവർഷത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിലൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ മുൻപ് വർഷങ്ങളെ പോലെയല്ല, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കടലാക്രമണം കാരണം ഈ ഭിത്തികളടക്കം ഇങ്ങനെ ഇളകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഏതാണ്ട് 100ഓളം വീടുകൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. പല വീടുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ഒരു ജനത ഇവിടെ കഴിയുന്നുണ്ട്. പക്ഷേ അവരെയാണ് ഇത്തരത്തിൽ അധികൃതർ ഓരോ വർഷവും ഇക്കൊല്ലം ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എപ്പോഴും അവരെ വഞ്ചിക്കുന്നത്. ആ വഞ്ചന ഇനി തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരടക്കം കടന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ക്യാമറമാൻ വിനോദിനോടൊപ്പം നിതിൻ അംബുജൻ, 24.